നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, ഇതെന്താ രവിയേട്ടാ, പാസ്പോർട്ട് ഓഫീസിൽ പോയിട്ട് ഇത്ര നേരത്തെ വന്നോ? അവിടെ ടോക്കൺ സിസ്റ്റം കർഷേ, ഉച്ച കഴിഞ്ഞ് ടോക്കൺ ഒന്നും ഇല്ല. ഇനി നാളെ രാവിലെ പോയി ടോക്കൺ എടുത്തേ പറ്റൂ. സുശീലാന്റി നേരത്തെ ഇല്ല രവി, ഞാൻ ഇതുവഴി പോകുമ്പോ ഹർഷയൊന്ന് കാണാന്ന് കരുതി വന്നതാ. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴേ രവി വന്നത്. എന്ന് പോയിട്ട് വരാം. ആന്റി, അപ്പോ നാളത്തെ കാര്യം മറക്കണ്ട. രവിയേട്ടൻ എന്തായാലും പാസ്പോർട്ട് ഓഫീസിൽ പോണം. ആയിക്കോട്ടെ, എന്നാ ശരി. അമ്മ ഇവിടെ ഇറങ്ങിയല്ലോ സോനെ, ദേ പോന്നു. നമ്മൾ അല്പം താമസിച്ചു പോയി. 2 മിനിറ്റ് മുന്നേ വന്നിരുന്നെങ്കിൽ നേരെ അങ്ങോട്ട് കയറി ചെല്ലായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല, അമ്മ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതിന് പകരം വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിനെ പ്രതികരിക്കുന്നതായിരിക്കും നല്ലത് സോനെ. അതെങ്ങനെയാ? അല്ല സത്യേട്ടാ, ഇന്ദിരേട്ടൻ അമ്മയുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കല്ലേ. ഞാൻ പറഞ്ഞ അമ്മ അനുസരിക്കില്ല. നമ്മുടെ അമ്മ ആരെയും അനുസരിക്കില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടെ. അമ്മയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത വിധം പ്രതിരോധം തീർക്കണം. അതിനിപ്പോ ഞാനും കൂടി വീട്ടിലോട്ട് വന്നാലൊന്ന് ആലോചിക്കുക. എങ്കില് നമുക്ക് ഒരുമിച്ച് ഒന്ന് ഫൈറ്റ് ചെയ്യാം. ഏട്ടനെപ്പോ വരും? നോക്കട്ടെ. ഇത് നന്നായിട്ട് തന്നെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമോ. നമുക്ക് തിരിച്ചു പോയാലോ? പോവാം. വാവേ, നീ മേലോട്ട് നോക്കി. മേലോട്ട് നോക്കടാ. ഓയ്യോ, എന്താ വേണ്ട വാവയ്ക്ക്? വാവ കരയല്ലേടാ. ഓ, വാവ കരയല്ലേ? വാവേ, എന്തിനാ കരയുന്നേ? ഓഹോ, വാവ കരയല്ലേടാ. ഓ, കരയില്ല, കിടന്നോട്ടോ. കരയില്ലടാ കുട്ടാ. അച്ഛന് രാത്രിയിലും മരുന്ന് കൊടുത്തതേ. ശബരേട്ടൻ എന്നെ കളിയാക്കുവാണോ? താഴെ വെച്ച് നിങ്ങൾ ആരും കണ്ടില്ലേ? എന്നെ എല്ലാവരും കണ്ടു, ഞാനും അവരെ കണ്ടു. പക്ഷെ അച്ഛന്റെ മുറിയിലേക്ക് പോകേണ്ടതുകൊണ്ട് പെട്ടെന്നൊന്ന് കുളിക്കാമെന്ന് കരുതി ഞാനിങ്ങ് പോന്നു. എന്നാ വേഗം കുളിച്ചിട്ട് അങ്ങോട്ട് ചെല്ല്. വിശേഷങ്ങൾ അവരുടെ വായിന്ന് കേട്ടാ മതി. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ലല്ലോ. എന്റെ ദയെ, ഞാൻ രാവിലെ മുതൽ കമ്പനി കിടന്ന് കഷ്ടപ്പെട്ടിട്ട് വരുന്ന വഴിയാ. അച്ഛന്റെ കാര്യങ്ങളൊക്കെ നിന്നെ കൂടി ഏൽപ്പിച്ചപ്പോ ഞാൻ വിചാരിച്ചത് എനിക്ക് കുറച്ച് സമാധാനം കിട്ടുമെന്നാ. എന്നിട്ടിപ്പോ നിന്റെ സംസാരം കേട്ടാ ഇവിടെ എന്തോ വലിയൊരു കുഴപ്പം സംഭവിച്ചതുപോലെയാണല്ലോ. അതെ, കുഴപ്പം തന്നെയാ. എന്നിവിടെ ആർക്കും ഇഷ്ടമല്ല. എല്ലാവരും എന്നെ ഇവിടെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. അച്ഛനെ മരുന്ന് കൊടുക്കാൻ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചെങ്കിലും നിങ്ങളുടെ അച്ഛൻ എന്റെ കയ്യിൽ നിന്ന് മരുന്ന് വാങ്ങി കഴിക്കാൻ തയ്യാറായില്ല. എന്താ ഉണ്ടായേ? അച്ഛന് മരുന്നും ആഹാരവും ഒക്കെ കൃത്യസമയത്ത് തരണമെന്ന് ശബരേട്ടൻ പറഞ്ഞിരിക്കുന്നെ. ഈ വയസ്സായവരെക്കാൾ ശ്രദ്ധ വേണ്ടത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാ. നീയേ ഉണ്ണിക്കുട്ടന്റെ കാര്യം മാത്രം നോക്കിയാ മതി. ആ മരുന്ന് അനിതയുടെ കയ്യിൽ കൊടുത്തേ. അനിതയ്ക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അത് മേടിക്കേ. അച്ഛനിപ്പോ ശബരിമോനും അനിത മരുമോളും മതി. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അച്ഛൻ അങ്ങനെ ഒന്നും മനസ്സിൽ വിചാരിച്ച് പറഞ്ഞതാവില്ല. നിനക്ക് മോന്റെ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ. അതുകൊണ്ട് ബാക്കിയെല്ലാം അനിതയെടുത്ത് തന്നെ ചെയ്യട്ടെ എന്ന് കരുതി കാണും. നിങ്ങൾ ഇതേ പറയൂന്ന് എനിക്കറിയാം. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നെന്ന് മനസ്സിലാക്കാനുള്ള കുറച്ച് ബുദ്ധിയൊക്കെ എനിക്കുണ്ട് ശബരേട്ടാ. എന്നെ ഒറ്റപ്പെടുത്താനാണ് ശ്രമമെങ്കില് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിങ്ങൾ കണ്ടോ?
എന്റെ ദയവേത് ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. എന്റെ അച്ഛൻ ഒരിക്കലും നിന്നെ അവഗണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ വിശ്വസിക്കണ്ട. അച്ഛൻ മാറിയതിന് കാരണക്കാരൻ ഇപ്പൊ നിങ്ങളാ. നിങ്ങൾ എല്ലാ കാര്യങ്ങളും അനുദേച്ചിയെ ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോ അച്ഛൻ അങ്ങോട്ട് ചാഞ്ഞു. അവരുടെ മുന്നിൽ വെച്ച് എന്നെ ഒരു വിലയില്ലാത്തവളാക്കി. ആയിക്കോട്ടെ, ഇനി ഞാനും ഈ വീട്ടിലുള്ളവരെ അങ്ങനെ കാണാൻ പോകുന്നുള്ളൂ. ആരാ ജയിക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാമല്ലോ. ഓ സത്യ മോനെ, അമ്മേ അമ്മേ, എന്താടാ? അമ്മ ഒന്നിങ്ങോട്ട് നോക്കിയേ. ആ അമ്മേ, നമ്മുടെ സത്യം തിരിച്ചു വന്നു. ഓ, എന്തു പറ്റി? അഭയാർത്ഥി ജീവിതം മടുത്തോ? വേറെ എവിടെയെങ്കിലും സീറ്റ് ഇല്ലാതായപ്പോ കയറി വന്നതാവൂല്ലേ? അല്ല, എനിക്ക് വേണമെങ്കിലേ എവിടെയും ജീവിക്കാം. പക്ഷെ ഈ വീട്ടിലിപ്പോ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി, അതാ വന്നത്. ആ ആ സത്യേട്ടാ, സത്യേണ്ണ ഇനി മുതൽ ഇവിടെ താമസിക്കാൻ പോവാണോ? അതേ മോളെ, എവിടെ പോയാലും കുടുംബത്തെ ഓർക്കേണ്ട സമയത്ത് നമ്മൾ ഓർക്കണമല്ലോ. ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ആ അല്ല, നീ വന്നതിന് പിറകെ ഇവിടെ അപവാദവും കയറി വരാൻ ഇടയുണ്ട്. അതിന്റെ തുടക്കം എന്നോണം ആയിരിക്കും ആ വിനീനും ഇന്നിവിടെ കയറി വന്നത്. അവന്റെ ഭാര്യയെ വീണ്ടും ഗർഭിണിയായെന്ന്. അവളത് വിനീൻ അറിയാതെ നശിപ്പിക്കാൻ നോക്കിയെന്നും പറഞ്ഞാ വിനീൻ ഇന്നിവിടെ വന്നത്. അതും പറഞ്ഞ് അവൻ ഇവിടെ വരേണ്ട കാര്യം എന്താ? ചീരു മനുചേച്ചി ഹോസ്പിറ്റലിൽ വന്നപ്പോ അവിടെ അമ്മയും ഹർഷയും ഉണ്ടായിരുന്നു സത്യേട്ടാ. ചീരു പ്രഗ്നന്റ് ആണെന്നതിന് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന് അറിയാനാ വിനയൻ ഇവിടെ വന്നത്, അല്ലേ അമ്മേ? അവൻ എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. ഓ, അതുപോലെ ആവില്ല വിനയൻ ഇവനെ അന്വേഷിച്ചു വന്ന. വിനയൻ എന്തിനാ അമ്മേ സത്യനെ അന്വേഷിച്ചു വരുന്നത്? അവനോട് പറയാനുള്ളത് നമ്മളെ പറഞ്ഞില്ലേ? ആ, അതിന് പകരം ചോദിക്കൊന്നും പറഞ്ഞല്ലേ ഇന്ദ്ര വിനയൻ ഇവിടുന്ന് പോയത്. വിനയൻ അറിയാതെ ചീരു കൊച്ചിനെ ഇല്ലാതാക്കിയ അവൻ പറഞ്ഞെടുക്കാൻ പോകുന്നതേ ആ കൊച്ച് അവന്റേതല്ലാത്തത് കൊണ്ടാണ് അവൾ അതിനെ നശിപ്പിച്ചെന്നായിരിക്കും. ചീരുവിനെതിരെ അവൻ അപവാദം പറയുമ്പോ ആരെ ചേർത്താണ് പറയുന്നെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഓ, അതിന് നിന്റെ കുഞ്ഞാണെന്ന് കൂടിയേ കേൾക്കാനുള്ളൂ, ബാക്കിയെല്ലാം തകഞ്ഞു. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? വിനയം പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അമ്മ വിളിച്ചു പറയുന്നേ. എടാ, ഞാൻ പറയുന്നതല്ല, അവൻ നാളെ വിളിച്ചു പറയാൻ പോകുന്ന കാര്യങ്ങളാ ഞാനിപ്പോ പറഞ്ഞത്. അത് നമ്മളെ കൂടി കേൾപ്പിക്കാനാ ഇവൻ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തതെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓ, ആറങ്ങോട്ട്. ഓട്ട സത്യ, അമ്മ ഇങ്ങനെയൊക്കെയാണെന്ന് നിനക്കറിയാലോ. നീ മുറിയിലേക്ക് വാ. സോനെ, സത്യന് കഴിക്കാൻ എന്തെങ്കിലും കാണോ? ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം ഏട്ടാ. സത്യേട്ടാ വാ. ചെല്ല്. വാ സത്യ. ശ്യാമേണ്ണ വല്ലതും വേണം? വേണ്ട. നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ ഇതിലെന്തോ ഒളിച്ചുകളിയുണ്ട്. അത് ഒരു സംശയമല്ല, എനിക്ക് തോന്നുക. വിനയൻ ഇങ്ങനൊരു വിഷയമായിട്ട്
പഞ്ചരത്നത്തിലേക്ക് കയറി ചെല്ലണമെങ്കിൽ അവന് വ്യക്തമായ സൂചന തന്നെ കിട്ടിക്കാണണം.